This news is brought to you by ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. കേരള കർണാടക അതിർത്തിയിലെ ജനവാസ മേഖലകളിൽ കാട്ടാന ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ ആനക്കൂട്ടത്തെ വനത്തിലേക്ക് തുരത്താൻ വനം വകുപ്പ് അടിയന്തര നടപടി തുടങ്ങി. ഉദയഗിരി പഞ്ചായത്തിലെ ഉദയഗിരി, മണക്കടവ്, പുളിങ്ങോം, ചൂരപ്പടവ് തുടങ്ങിയ പ്രദേശങ്ങളിൽ ദിവസങ്ങളായി കാട്ടാനക്കൂട്ടം തമ്പടിച്ചിരിക്കുകയാണ്. വ്യാപകമായ കൃഷിനാശം വരുത്തിയ കാട്ടാനകൾ വീട്ടുമുറ്റങ്ങളിൽ വരെ എത്തുന്നതോടെ ജീവഭയത്തിലാണ് പ്രദേശവാസികൾ. പടക്കം പൊട്ടിച്ചും മറ്റും ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ടിയാണ് ഇവയെ തുരത്തുന്നത്. കാട്ടാന ശല്യം തടയാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും യഥാസമയം നടപടികൾ ഉണ്ടാകാത്തതിൽ കർഷകരുടെയും നാട്ടുകാരുടെയും ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. ഇതേ തുടർന്നാണ് വനം വകുപ്പ് ഇപ്പോൾ നടപടികൾ ശക്തമാക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വനപാലകർ ഉദയഗിരിയുടെ വിവിധ മേഖലകളിൽ നേരിട്ടെത്തി പരിശോധന നടത്തി. കാട്ടാനകളെ സുരക്ഷിതമായി തുരത്തുന്നതിനും സ്വയം പ്രതിരോധിക്കുന്നതിനും ആവശ്യമായ മുൻകരുതലുകളും നിർദ്ദേശങ്ങളും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കർഷകർക്ക് നൽകിയിട്ടുണ്ട്. നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം? നിന്റെ കളിയും ചിരിയും കുസൃതിയും, പിന്നെ നിന്റെ ആ കുട്ടിച്ചോദ്യവും. ഇതെനിക്ക് തരുമോ? തരില്ല. ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ. മുത്തശ്ശിക്ക് ഇതാര് കൊടുത്തതാ? മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത്. അപ്പൊ ഇത് ശരിക്കും മാറിയ? ഇതെനിക്ക് തരുവോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.